അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല മൊരിഞ്ഞ ഉഴുന്നുവടകളാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉഴുന്നുവടകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള അധികം പഴക്കമില്ലാത്ത ഉഴുന്ന് ബോൾസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതാണ് ഒന്നുകൂടെ നല്ലത്. ഇതിൻ്റെ കൂടെ നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. 5 മണിക്കൂറിന് ശേഷം ഉഴുന്ന് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്, വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ ചെറിയ ബാച്ചസ് ആയിട്ട് വെള്ളം അധികം ചേർക്കാതെ നല്ല തിക്നെസ്സിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം നമുക്കൊരു 100 ml വരെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ മാവ് ഒരല്പം ലൂസായി പോയി എന്നോർത്ത് വറി ഒന്നും ചെയ്യണ്ട, നമുക്കതിനും സൊല്യൂഷനുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവ് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, ഒന്ന് പതപ്പിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് എയർ ഫില്ലാകും, അതായത് പതഞ്ഞു വരും. അങ്ങനെ പതഞ്ഞു വരുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അകം നന്നായി സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ കൈകൊണ്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കൈകൊണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വിസ്കോ അല്ലെങ്കിൽ ഹാൻഡ് ബീറ്ററോ ഉപയോഗിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഏകദേശം 2-3 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം, ചെറുതായിട്ടൊന്ന് പുളിച്ചു വന്നോട്ടെ. 2-3 മണിക്കൂറിന് ശേഷം അതൊന്ന് പുളിച്ചു വന്നു കഴിയുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നുകൂടെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് മാവ്. ഞാനൊരു 2 മണിക്കൂറാണ് വെച്ചത്. ചൂടുള്ള കാലാവസ്ഥയിലായതുകൊണ്ട് 2 മണിക്കൂർ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ വരെ വെക്കാം. ഇനിയിപ്പോൾ മാവ് ഒന്ന് ലൂസായി പോയെന്നിരിക്കട്ടെ. ഈ സ്റ്റേജിൽ ഒന്ന് പുളിച്ചു വന്നതിന് ശേഷം ഇതുപോലെ ഒരു 1/2 കപ്പ് അവലെടുത്തിട്ട് നമുക്കതൊന്ന് നന്നായി പൊടിച്ചെടുക്കണം. അവല് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ 2 ടീസ്പൂൺ അങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഈ മാവിൽ നമ്മൾ പൊടിച്ച അവല് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മാറ്റിയെടുക്കാം. അവല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ ചൂടാകാൻ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചതച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നമ്മൾ ഓൾറെഡി അരച്ചിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചെറുതായി അരിഞ്ഞത് പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സവോള ഇതുപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം വേണമെങ്കിൽ കൊച്ചുള്ളി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവോളയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് അധികം വെക്കരുത്, പെട്ടെന്ന് തന്നെ നമുക്കിത് വടകൾ ചുട്ടെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ കൈ ഒന്ന് നനച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ബോൾസ് ആയിട്ട് ഇതുപോലെ ചെറിയ പോർഷൻസ് കയ്യിലെടുത്ത് കയ്യിൽ തന്നെ വെച്ചൊന്ന് നല്ല ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടുക. അതിനുശേഷം മറ്റേ കൈ നനച്ചിട്ട്, ഉള്ളം കൈ ഒന്ന് നനച്ചിട്ട് അതിലേക്ക് ബോൾസ് വെച്ച് കൊടുത്ത് ചെറുതായി ഒന്ന് പരത്തിയതിന് ശേഷം നടുക്ക് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വട തയ്യാറാക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ തവണയും വട തയ്യാറാക്കുന്നതിന് നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ ഒരു ബോൾസ് എടുത്ത് അതേ കയ്യിൽ തന്നെ വെച്ച് തമ്പ് കൊണ്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൈ പൊള്ളും എന്നൊക്കെ പേടിയുള്ളവർക്ക്, അതായത് തുടക്കക്കാർക്ക്,
എങ്ങനെയാണ് എളുപ്പത്തിൽ വട തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നോക്കാം. ഇതുപോലൊരു തവി എടുക്കുക. ഒരു പരന്ന തവി എടുത്താൽ നന്നായിരിക്കും. കിഴുത്ത തവി തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരു ചട്ടുകം എടുത്താലും മതി. ഇത് ഒന്ന് നനച്ചു കൊടുക്കണം. അതിൻ്റെ പുറം ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊന്ന് നനച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മറ്റു കൈ കൊണ്ട് ഇതുപോലെ ചെറിയ പോർഷൻ എടുത്തൊന്ന് ബോളാക്കി ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ തവിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം, ഷേപ്പ് ശരിയാക്കി എടുക്കാം. ഇനി നടുക്ക് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം നനച്ചെടുത്ത് തവിയിൽ നമ്മൾ വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ജസ്റ്റ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ എണ്ണയിലേക്ക് അത് തന്നെ വീഴുന്നതായിരിക്കും. ഇതുപോലെ തയ്യാറാക്കുന്നത് കയ്യിൽ എണ്ണ തെറിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ഷേപ്പിൽ തന്നെ അത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു കൈ കൊണ്ട് ബോൾസ് തയ്യാറാക്കുക. തവിയിലേക്ക് വെച്ച് കൊടുത്തൊന്ന് പരത്തി നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ തവണ നമ്മൾ ബോൾസ് എടുക്കുമ്പോഴും കൈ നനയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് തന്നെ കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ തവിയിൽ തന്നെ വെച്ച് വീണ്ടും കാണിച്ചു തന്നത്. ഇനി നമുക്ക് നമ്മുടെ വടകൾ ഓരോന്നും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അത് കോരി എടുത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു ടിഷ്യൂലോ മറ്റോ എടുത്ത് വെച്ച് എണ്ണ മാറ്റിയെടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് തയ്യാറായി കഴിഞ്ഞു. ഞാനത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. വീണ്ടും നമുക്ക് ബാക്കി മാവ് ഇതുപോലെ വടകൾ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഉഴുന്നാണ്. അതിന് ഏകദേശം 12 വരെ വടകൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.